സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി റദ്ദാക്കിയെന്ന് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവകാശപ്പെട്ടു. കേരള സർവകലാശാല വൈസ് ചാൻസലറിന്റെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ സിസ തോമസിന്റെ വിയോജനക്കുറിപ്പ് തള്ളിയാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം. എന്നാൽ സസ്പെൻഷൻ റദ്ദാക്കിയിട്ടില്ലെന്നും പിൻവലിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കോടതിയുടേതാണെന്നും ഡോക്ടർ സിസ തോമസ് പറഞ്ഞു. സിസ തോമസിന്റെയും ഇടതംഗങ്ങളുടെയും പ്രതികരണങ്ങളിലേക്ക്. സ്പെഷ്യൽ സിൻഡിക്കേറ്റ് ആയിട്ടാണ് കൂടിയത്. അതൊരു 16 സിൻഡിക്കേറ്റ് മെമ്പേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരം നാളെ കോടതിയിൽ വരുന്ന വിഷയമായ രജിസ്ട്രാറിൻ്റെ സസ്പെൻഷന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് സിൻഡിക്കേറ്റാണ് അത് കൊടുക്കേണ്ടത്. അതിൻ്റെ പേരിൽ അവർ റിക്വസ്റ്റ് ചെയ്തത് പ്രകാരമാണ് നമ്മൾ ഇന്ന് മീറ്റിംഗ് കൂടിയത്. ആ വിഷയത്തിലോട്ട് നമ്മൾ അതൊരു സബ് ജുഡീസ് ഉള്ളതുകൊണ്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യേണ്ട, പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം. അപ്പം സസ്പെൻഷൻ ചെയ്ത പ്രൊസീഡിങ്സും VC കൊടുത്ത റിപ്പോർട്ടും ഇവയെല്ലാം തന്നെ അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അവർ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫാക്ട്സ് പ്രിപ്പയർ ചെയ്യും എന്നാണ് ധരിച്ചത്. അതായിരുന്നു അവരുടെ ആവശ്യവും. അവരുടെ ആവശ്യം വേറെ രീതിയിൽ പോവുകയും ഡിസ്കഷനിലോട്ട് പോവുകയും അത് നമ്മുടെ കോടതിയുടെ പരിഗണനയിലായതുകൊണ്ട് അത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല, വിഷയം മാറ്റി നമ്മുടെ അജണ്ട ഐറ്റമിലോട്ട് വരണമെന്ന് പറഞ്ഞിട്ട് അവരത് നിരസിക്കുകയാണ് ചെയ്തത്. സസ്പെൻഷൻ റദ്ദാക്കണം എന്നുള്ളൊരു രീതിയിലോട്ട് വന്നപ്പോൾ ഞാൻ മീറ്റിംഗ് ഡിസോൾവ് ചെയ്തിട്ട് പുറത്തു പോവുകയാണ്. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിന് എതിരായി എടുത്ത നിയമവിരുദ്ധമായ നടപടി ഇന്നത്തെ സിൻഡിക്കേറ്റ് യോഗം തിരുത്തി. വൈസ് ചാൻസലർക്ക് പ്രത്യേകം അധികാരം അനുവദിക്കുന്ന ആക്ടിലെ 10(13) എന്ന് പറയുന്ന വകുപ്പ് എടുത്തുപയോഗിച്ചുകൊണ്ടാണ് രജിസ്ട്രാറെ നടപടി എടുത്തിരിക്കുന്നത്. സംഭവം നടന്നത് ജൂൺ 25-ന്, നടപടി എടുക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞ്. അപ്പോൾ ഒരു എക്സിജൻസി ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ വകുപ്പ് ഉപയോഗിച്ചത് നിലനിൽക്കില്ല. ആക്ടിൻ്റെ സെക്ഷൻ 23(10) അതനുസരിച്ച് രജിസ്ട്രാറെ കേൾക്കാൻ തയ്യാറായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സിൻഡിക്കേറ്റിൻ്റെ അധികാരം ഉപയോഗിക്കുമ്പോൾ ഈ സെക്ഷൻ 23(10) കൂടി പാലിച്ചു വേണം ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കേണ്ടിയിരുന്നത്. അത് പാലിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടാമത്തെ കാരണം ഇതാണ്. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഈ സസ്പെൻഷൻ നടപടി വിഡ്രോ ചെയ്യാനാണ് സിൻഡിക്കേറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. അതായത് 25-ന് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ വളരെ വിശാലാർത്ഥത്തിൽ പരിശോധിക്കുന്നതിനും റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ഒരു എൻക്വയറി കമ്മിറ്റിയെ സിൻഡിക്കേറ്റ് നിയോഗിച്ച് അത് ഈ തീരുമാനം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ തിങ്കളാഴ്ച അറിയിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡിംഗ് കൗൺസിലിനെ ചുമതലയേൽപ്പിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ അറിയിക്കാൻ രജിസ്ട്രാർ ഇൻചാർജ് നെയും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, സിൻഡിക്കേറ്റ് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചന്ദ്രൻ ചേരുന്നുണ്ട്. ദേവിക, കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ നടപടിയെ റദ്ദാക്കിയെന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവകാശപ്പെടുന്നത്. അതും കേരള വൈസ് ചാൻസലറിന്റെ താൽക്കാലിക ചുമതലയുള്ള ഡോക്ടർ സിസ തോമസിന്റെ വിയോജനക്കുറിപ്പ് കൂടി തള്ളിയിട്ടാണ് സിൻഡിക്കേറ്റിന്റെ തീരുമാനം. എന്തൊക്കെയാണ് യോഗത്തിന്റെ മറ്റു വിശദാംശങ്ങൾ? തീർച്ചയായും ജെനി, ഈ കേരള സർവകലാശാലയിലെ സെനറ്റ് ഹാളിൽ ഇത്തരത്തിൽ ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചിരുന്നു. അത് വലിയ പ്രശ്നങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും വഴിവെച്ചിരുന്നു. അതേ തുടർന്നാണ് ഇത്തരത്തിൽ ഗവർണർ പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു പരിപാടിയുടെ അനുമതി നിഷേധിച്ചതിനാലാണ് ഇത്തരത്തിൽ രജിസ്ട്രാറായ KS അനിൽകുമാറിനെ VC മോഹൻ കുന്നുമൽ സസ്പെൻഡ് ചെയ്യുന്നത്. അതിനെതിരെയും വലിയ പ്രതിഷേധങ്ങളാണ് ഉയർന്നിരുന്നത്. എന്തായാലും ഇന്ന് ചേർന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇത്തരത്തിൽ രജിസ്ട്രാറുടെ ഈ സസ്പെൻഡ് ചെയ്ത നടപടി റദ്ദാക്കിയ തീരുമാനമൊക്കെ എത്തിയിരുന്നു. അതെല്ലാം നമ്മൾ അറിഞ്ഞതാണ്. എന്നാൽ ഈ VC ഇപ്പോൾ താൽക്കാലിക ചുമതല നൽകിയിട്ടുള്ള ഡോക്ടർ സിസ തോമസ് വ്യക്തമാക്കിയത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാൻ സാധിക്കില്ല. അജണ്ടയിൽ ഇല്ലാതിരുന്നൊരു വിഷയം ചർച്ച ചെയ്യണമെന്ന് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ പറയുകയായിരുന്നു. താൻ അതിന് അനുമതി നൽകിയില്ല, യോഗം പിരിച്ചുവിടുകയായിരുന്നു എന്നാണ് ഡോക്ടർ സിസ തോമസ് പറഞ്ഞത്. അതിനുശേഷം ഈ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ മാധ്യമങ്ങളെ കണ്ടിരുന്നു. അവർ പറഞ്ഞത് ഈ VC കൂടി ഈ സിൻഡിക്കേറ്റിന്റെ ഭാഗമെന്ന നിലയിൽ കണ്ട് വോട്ട് രേഖപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ഈ രജിസ്ട്രാറായ KS അനിൽകുമാറിന്റെ ഈ ഒരു സസ്പെൻഷൻ നടപടി റദ്ദാക്കിയത് എന്നാണ് അവർ വ്യക്തമാക്കിയത്. അതിലവർ പറഞ്ഞത് ഇത്തരത്തിൽ ഈ രജിസ്ട്രാർക്കെതിരെ നടന്ന നിയമവിരുദ്ധമായ സസ്പെൻഷൻ തങ്ങൾ റദ്ദാക്കി എന്നാണ് അവർ വ്യക്തമാക്കിയത്. ഒരാൾ ഇറങ്ങിപ്പോയാലും ഇത്തരത്തിൽ ഈ സിൻഡിക്കേറ്റ് യോഗം തുടരാനുള്ള അനുമതി ഇത്തരത്തിൽ നിയമപരമാണ്. അത്തരത്തിലൊരു യോഗം തുടരാനാകുമെന്നാണ് ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ വ്യക്തമാക്കിയത്. ഇവരുടെ തീരുമാനം ഇവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെ ഉപയോഗിച്ച് ഇത്തരത്തിൽ കോടതിയെ അറിയിക്കും എന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ നിയമ പോരാട്ടം തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവിക,
ഗവർണർ പങ്കെടുത്ത കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ചതിനെ ചൊല്ലിയാണ് തർക്കങ്ങളുണ്ടായത്. സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിൽ ഇതേ തുടർന്ന് നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്.